ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാശ്രീ വ്ലോഗ്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ്സ് 2 റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യം ആ ഒരു സ്റ്റാർ ബാൻഡ്, ലക്ഷറി ഐറ്റംസ് കിട്ടാനായിട്ടുള്ള ആ ഒരു സ്റ്റാർ ബാൻഡ് പിടിച്ചു പറിക്കൽ, പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്, നോമിനേഷൻ, അവസാനം നമ്മുടെ രേണു സുധിയുടെ കണ്ടന്റ് കിങ്ങായ രേണു സുധിയുടെ തലവേദന നാടകം. ഇത് നാലുമാണ് പ്രധാനമായും ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റാർ ബാൻഡ്, ഈ ഒരു ബാൻഡ് പിടിച്ചു പറിക്കുമ്പോൾ ഈ ഒരു സ്റ്റാർ ആദ്യം തന്നെ നമ്മുടെ ഷാനവാസിൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബാൻഡ് തട്ടിപ്പറിക്കാനായിട്ട് അക്ബർ പുറകെ നടക്കുകയാണ്. ഷാനവാസിൻ്റെ എങ്ങനെയെങ്കിലും ആ ഒരു ബാൻഡ് തട്ടിപ്പറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ നടക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ അനീഷ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പ്രേക്ഷകർ ചർച്ച ചെയ്ത ഒരു പേരാണ് അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മുൻപുള്ള ഒരു സീസണിൽ, അതായത് ഒരു എക്സ് കണ്ടസ്റ്റൻറ്റിനെ പോലെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയാണ് അനീഷ് എടുക്കുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുത്തുന്നുണ്ട്. പേഴ്സണലി എനിക്ക് അതിനോട് വിയോജിപ്പാനുള്ളത്. കാരണം രതീഷ് ഏട്ടനെ തന്നെയാണ് മറ്റാര്യമല്ല. പക്ഷേ രതീഷ് ഏട്ടൻ്റെ ഒരു ഗെയിം, അല്ലെങ്കിൽ രതീഷ് ഏട്ടൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം രതീഷ് ഏട്ടൻ എന്ത് പറയുമ്പോഴും അതിലൊരു ഹ്യൂമർ സെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആദ്യ ദിവസം മുതൽ തന്നെ രതീഷ് ഏട്ടനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അനീഷിൻ്റെ ഈ ഒരു തുടരെയുള്ള ഈ ഒരു സംസാരം, അല്ലെങ്കിൽ എല്ലാവരെയും ഈ വെറുപ്പിച്ച് പോയി ആ ഒരു മാന്തൽ പലപ്പോഴും അതൊരു അരാജകത്വം തന്നെയാണ്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനീഷ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ അനീഷിന് നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം ഒരു സമയമാകുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ അത് വെറുപ്പായി തുടങ്ങും. അപ്പോൾ രതീഷ് ഏട്ടനുമായി അനീഷിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. കാരണം രതീഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ രതീഷ് ഏട്ടനൊരു പ്രത്യേക തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു. അദ്ദേഹം കൊടുത്തിരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാനുള്ള വക അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അനീഷ് സംസാരിക്കുന്നുണ്ട്, എല്ലാവരെയും വെറുപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചൊറിയൻ പുഴു, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസിന് ഒരു അനിവാര്യ മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ അനീഷ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഷാനവാസ് ഒരു കാര്യം ചെയ്യുന്നത്. ഈ ഒരു ബാൻഡ് എടുത്തിട്ട് നേരെ ആരുടെ കയ്യിൽ കൊടുക്കുന്നത്? ഒനിയൻ സാബുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒനിയൻ സാബുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അനീഷ് അവിടെ നിന്നും വല്ലാത്ത രീതിയിൽ ഷാനവാസിന്, അയ്യേ ഇത് എന്ത് ഗെയിമാണ്, ഈ ഒരു ചളി ഗെയിമാണ്, നിങ്ങളൊരു അട്ടർ ഫ്ലോപ്പാണ്, നിങ്ങളൊരു ലൂസറാണ് എന്നുള്ള തരത്തിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അനീഷിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ വളരെയധികം ആർട്ടിഫിഷ്യലായാണ് ഫീൽ ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. പക്ഷേ എനിക്ക് അനീഷ് ഫേക്കായി മാസ്ക് ധരിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അനീഷ് ആർട്ടിഫിഷ്യലായാണോ നിൽക്കുന്നത്, അല്ല ഇതേ വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ സ്വന്തം ആ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ തന്നെയാണോ ഇത് എന്നുള്ളതൊക്കെ. അന്നേരം ഇപ്പോൾ അനീഷ് ബാൻഡിൽ നിന്ന് ഷാനവാസ് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ബാൻഡിൽ നിന്ന് കൈവിട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൈ വിട്ടേ പറ്റൂ. അങ്ങനെ അനീഷ് പുറകെ നടന്ന് ഷാനവാസിനെ വെറുപ്പിക്കുകയാണ്. അങ്ങനെ ഷാനവാസിനെ ഒരു വെറുപ്പിക്കില്ല, ഒരു ശല്യം സഹിക്ക വയ്യാതെ ഒനിയൻ സാബുവിൻ്റെ കയ്യിലേക്ക് ഒരു ബാൻഡ് കൊടുക്കുകയാണ്. അപ്പം അനീഷ് ഈ ചീപ്പ് കളി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഓൾറെഡി ഒരു ലൂസറാണ്, ഇവൻ എന്നെ പേടിച്ച് കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ ഇവൻ എന്നെ പേടിച്ച് കീഴടങ്ങി, ഇവനൊരു ലൂസറാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ അക്ബറിൻ്റെ കയ്യിലേക്ക് ആ ഒരു ബാൻഡ് എത്തുകയാണ്. അങ്ങനെ അക്ബറിൻ്റെ കയ്യിൽ നിന്നും ലേഡീസ് എല്ലാവരും ചേർന്ന് ഈ ഒരു ബാൻഡ് തട്ടിപ്പറിക്കണം. പക്ഷേ ലേഡീസ് ഈ ഒരു ടാസ്ക് അത്യുഗ്രമായി ചെയ്തു കേട്ടോ. പറയാതിരിക്കാനാവില്ല, അത്രമാത്രം അടിപൊളിയായി അവിടെയുള്ള ഗേൾസ് ചെയ്തു. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു നിമിഷം വരെ, ലൈവ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ലേഡീസാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് വൈസ് നല്ല രീതിയിൽ തന്നെ ഇന്നലെ അവർ ആ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേഡീസ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുപറിയൊക്കെയായി അവസാനം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ, ഇപ്പോൾ ആരുടെ കയ്യിലാണ് ആ ഒരു സ്റ്റാർ ബാൻഡ് ഇരിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടാസ്ക് അവിടെ നിർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗേൾസ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്ത് നെക്സ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റ്, ഈ ഒരു ടാസ്ക് ഒരു പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, അതിൽ ഈ ഷേവിങ് ഫോം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേവിങ് ഫോം എടുത്തിട്ട് നമുക്ക് ആരാണോ ക്യാപ്റ്റനാവാൻ യോഗ്യനല്ല എന്ന് തോന്നുന്നത് അവരുടെ മുഖത്ത് കൊണ്ടുപോയി ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. അതാണ് ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ
അനീഷ് വരികയാണ്. അപ്പോൾ അനീഷ് വന്നിട്ട് ശാരികയുടെ മുഖത്ത് ഇത് തേച്ചതിന് ശേഷം അനീഷ് പറയുകയാണ്, ഞാനും ശാരികയും തമ്മിൽ കിച്ചണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ശാരികയോട് ചോദിക്കുകയാണ്, ശാരിക എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നത് ഞാനിങ്ങനെ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവർ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ശാരിക തന്നെ പറയുകയാണ്, വരുന്ന ഗസ്റ്റിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ എന്നുള്ളത്, അല്ലാതെ സ്പോട്ടായിട്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് എന്നുള്ളത് ശാരിക പറയുന്നു. അപ്പോൾ അതിലൂടെ പ്രേക്ഷകരെ, ഓഡിയൻസിനെ ശാരിക പറ്റിക്കുകയാണ്. വ്യക്തിത്വമില്ലാത്ത, നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് ശാരിക എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ശാരിക ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ശാരിക എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ശാരികയെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ അഭി വന്ന് പറയുകയാണ് അക്ബറിനെ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ചില സമയം നമ്മൾ പറയുന്നതൊന്നും അക്ബർ കേൾക്കാൻ കൂട്ടാക്കാറില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. നമ്മൾ എന്ത് പറയുന്നു അതൊന്നും കേൾക്കാതെ മുഖം തിരിച്ചുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഞാൻ അക്ബറിനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭി പറയുകയാണ്. അടുത്തത് നമ്മുടെ നെവിൻ വന്ന് പറയുകയാണ് അനീഷിനെ. അതായത് അനീഷ് വരുന്ന ഗസ്റ്റ് എന്തായാലും ശാരികയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് അറിയാതെ ആയിരിക്കില്ലല്ലോ വരുന്നത്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് നെവിൻ നമ്മുടെ അനീഷിനെ ഈ നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ആദില നൂർ. ഇവർ ഒറ്റ കണ്ടസ്റ്റൻ്റാണ്. അവരും അനീഷിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ പുള്ളി അത് ഇഗ്നോർ ചെയ്തു. അതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ ചോയ്സാണ്. ഒരു ക്യാപ്റ്റൻ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ആ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു വ്യക്തി നമ്മൾ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ വിഷ് ചെയ്തില്ല, പിന്നെ അങ്ങോട്ട് ഞങ്ങളോട് സംസാരിക്കുന്നുമില്ല. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ഇത്തരത്തിൽ സംസാരിക്കാതിരിക്കുന്ന പക്ഷം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ ഒരു വ്യക്തി അത്തരത്തിൽ തന്നെയല്ലേ ബിഹേവ് ചെയ്യാൻ പോകുന്നത്. സോ അദ്ദേഹം ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില നൂറിയും അനീഷിനെ പറയുന്നത്. നെക്സ്റ്റ് RJ ബിൻസിയാണ്. RJ ബിൻസി എന്ന് പറയുന്നത് അനീഷിനെ തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും അനീഷിനെ എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് ആണ് ഇവിടെ ശരിക്കുള്ളൊരു പണി കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ആണ് ഇവിടെ സത്യത്തിൽ ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ RJ ബിൻസി അനീഷിനെ പറയണേ, ഞാൻ നിങ്ങളെപ്പോലൊന്നും അല്ല, ഞാനൊരു കോമണറാണ് എന്നുള്ളത് 40 വട്ടം അനീഷ് പറയുന്നുണ്ട്. പുള്ളി അതിൽ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം തുറന്ന് പറയാൻ പറ്റണം. അനീഷേട്ടന് ഇവിടെയുള്ള ഇതുവരെ അനീഷേട്ടനാണ് ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ആ ഒരു വ്യക്തി പ്രശ്നങ്ങൾ ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വ്യക്തി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ക്യാപ്റ്റൻ ആകുമ്പോൾ തീർച്ചയായും അവിടെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കും എന്നാണ് നമ്മുടെ RJ ബിൻസി പറയുന്നത്. അടുത്തത് ജിസേൽ പറയുന്നത് നമ്മുടെ രേണുവിനെയാണ്. കാരണം രേണു ഇന്നലെ ഒരു ടാസ്ക് നേരെ മര്യാദയ്ക്ക് കളിച്ചില്ല. ഞാൻ ആ ഒരു ബാൻഡ് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം കളിക്കാനായിട്ട് മാക്സിമം രേണുവിനെ ശ്രമിക്കുമ്പോഴും രേണു അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടാവണം. ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവണം. പക്ഷേ രേണുവിന് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തതായി എനിക്ക് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജിസയിൽ രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് സരിക, കലാഭവൻ സരികയും അനീഷിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് രന ഫാത്തിമ മുൻഷി രഞ്ജിത്തിനെയാണ് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ മുതലേ എന്നെ ഏജ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നുണ്ട്, പ്രായം വെച്ചുകൊണ്ട് എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളൊരു ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെ ഒരു പരിഗണന ഒന്നും തന്നെ രഞ്ജിത്തേട്ടൻ തരില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തത് ശൈത്യ പറയുന്നത് ആദില നൂറിയാണ്. അവരൊരൊറ്റ കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അവർ ആക്റ്റീവ് അല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അടുത്തത് നമ്മുടെ അനുമോള് അനീഷിനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ അനീഷ് ചേട്ടനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും പറയില്ല, ഒന്നും മിണ്ടുന്നില്ല, മാറി പോവുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അദ്ദേഹം അതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മിണ്ടാതെ പോകുമ്പോൾ അത് നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല എന്ന് പറയുന്നത്. അടുത്തത് ബിന്നി സെബാസ്റ്റ്യൻ പറയുന്ന അഡ്വക്കേറ്റ് ശൈത്യ വന്നപ്പോഴുള്ള ആ ഒരു ടാസ്ക്, കാരണം ഇവർ വന്ന ഒരു ടൈമിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്കിൽ ഗേൾസിലെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൽ നമ്മൾ ശൈത്യ വേണ്ട എഫേർട്ട് എടുത്തില്ല, ഒരു ടാസ്ക് നല്ല രീതിയിൽ കളിച്ചില്ല എന്നുള്ളതാണ് ശൈത്യയെക്കുറിച്ച് ബിന്നി പറയുന്നത്. അടുത്തത്
ഷാരിക വന്ന് പറയുന്നത് തീർച്ചയായും അനീഷിനെ തന്നെയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ള, അപ്പോൾ അനീഷ് ഷാരിക വന്ന സമയത്ത് തന്നെ ഞാൻ അനീഷിനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, പറയ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രൊവോക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഷാരിക തന്നെ പറയുന്നുണ്ട്, വരുന്ന ഗസ്റ്റിനോട് നമ്മൾ പെർമിഷൻ എടുത്തുകൊണ്ടാണ് തീർച്ചയായും ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷോയെ വെച്ചുകൊണ്ട് ഒരു വ്യക്തി അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അത് ആ ഒരു ഷോയിൽ ഇൻ്റർവ്യൂർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോയെ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്താമോ എന്നുള്ളത് പേഴ്സണലി എനിക്കും അതിനോട് യോജിപ്പില്ല. കാരണം ആ ഒരു വ്യക്തി ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂർ ആണെങ്കിൽ കൂടി വരുന്ന ഗസ്റ്റിന് തീർച്ചയായും അറിയാം ഷാരികയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും എന്നുള്ളതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഓരോ ഗസ്റ്റും വരുന്നത്. അപ്പോൾ പുറത്തുള്ള ഷോയുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഷോ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കതിനോട് പേഴ്സണലി യോജിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഷാരിക ആ ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന. അടുത്തത് ആര്യൻ പറയുകയാണ് ആദില, നൂറ ഇവരാരും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് ആര്യൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അത് പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. അടുത്തത് നമ്മുടെ അപ്പാനി ശരത്ത് രേണു സുധിയെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മളെല്ലാവരും ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ കളിച്ചപ്പോൾ അതിൻ്റെ 1% പോലും ഇടപെടൽ രേണു സുധി നടത്തിയില്ല. ആദ്യ ക്യാപ്റ്റനാവാനുള്ള ഒരു യോഗ്യതയും രേണു സുധിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണുവിനെ നോമിനേറ്റ് ചെയ്യണം. അടുത്തത് ഷാനവാസ് അനുമോളിനെയാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ ഒരു കാര്യം തുടങ്ങിയാൽ, ഇന്നലെ തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഒരു കാര്യം തുടങ്ങിയാൽ തീർച്ചയായും അത് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ആ ഒരു നേതൃത്വ പാഠവും ഉണ്ടാവണം. പക്ഷേ ഈ ഒരു വ്യക്തി ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ആ ഒരു നേതൃത്വ പാഠവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളിനെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ മുൻഷി രഞ്ജിത്തും അനീഷിനെ തന്നെയാണ് പറയുന്നത്. അടുത്തത് രേണു പറയുന്നത് രന ഫാത്തിമിനെയാണ്. അടുത്തത് അക്ബർ പറയുന്നത് അനുമോളിനെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു അനുമോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യ ദിവസമൊന്നും ടാസ്കിൽ ഇത്രയധികം എനർജി എടുക്കേണ്ട, വരും ദിവസങ്ങളിൽ മാത്രം നമുക്ക് ഒരു ഗെയിമിനനുസരിച്ച് ആ ഒരു ഗെയിം എങ്ങനെ പോകുന്നു അതിൻ്റെ ഫ്ലോക്ക് അനുസരിച്ച് നീങ്ങാനുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു അനുമോളിൽ. അതിനെന്തായാലും അടപടലം പൊളിച്ചടുക്കിയിരിക്കുകയാണ് അക്ബർ. അപ്പോൾ ആദ്യത്തെ ദിവസമൊന്നും ഇത്രത്തോളം എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, എനർജി എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അടുത്തത് ഒനിയൽ സാബു നമ്മുടെ അനീഷിനെ തന്നെയാണ് പറയുന്നത്. അതിൽ പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അനീഷ് ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്. അപ്പോൾ ഒരു പ്രോഗ്രസീവായ ചിന്താഗതിയിലോട്ട് വരാനായിട്ട് ഞാൻ അനീഷിനെ വിഷ് ചെയ്യുന്നു, ഗോഡ് ബ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും വിചാരിച്ചു അനീഷിനെ നോമിനേറ്റ് ചെയ്ത് അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് അവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് മുഖത്ത് ഫോം തീരെ കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ കുറേ പേര് എഴുന്നേറ്റ് നിൽക്കുന്നു. അന്നേരം ഇത് ബിഗ് ബോസ് അല്ലേ, ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇത് ബിഗ് ബോസ് അല്ലേ, സീസൺ 7 അല്ലേ, 7ൻ്റെ പണിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റൻ നമ്മുടെ അനീഷാണ് എന്ന് പറയുകയാണ്. ബിഗ് ബോസ് ആണ് ശരിക്കും ഇവിടെ കളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ആശ്ചര്യത്തോടു കൂടി അനീഷോ എന്ന് പറഞ്ഞുകൊണ്ട് അന്തം വിടുന്നുണ്ട്. പിന്നെ കുറേ പേര് അനീഷിനെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇതുപോലൊരു ചൊറിയൻ പുഴു ബിഗ് ബോസിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അനീഷിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരെയും ചൊറിയാൻ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കണ്ടസ്റ്റൻറ്റ് തീർച്ചയായും ആദ്യ ദിവസങ്ങളിൽ ആവശ്യമുണ്ട്. കാരണം അനീഷ് നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കണ്ടൻറ്റ് കൊടുക്കൽ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതാണ് നോമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അനീഷ് ക്യാപ്റ്റനാണ്, അതുകൊണ്ട് തന്നെ അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അനീഷിനെ ഒഴിച്ച് ബാക്കി 2 പേരെ വെച്ചിട്ട് നോമിനേഷൻ നടത്തണം. അവരുടെ പേരും റീസണും എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിന്നുകൊണ്ട് അനുമോളെ വിളിക്കുകയാണ്. അപ്പോൾ അനുമോൾ വന്നിട്ട് ജിസേലിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് മിങ്കിളാവുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മുൻഷി രഞ്ജിത്തിനെയും പറയുന്നുണ്ട്. ആര്യൻ പറയുന്നത് ഷൈത്യ നെവിൻ, സരിക പറയുന്നത് ആര്യൻ ഒനിയൽ സാബു, അക്ബർ പറയുന്നത് മുൻഷിയും നമ്മുടെ ആദില നൂറേനെയാണ്. RJ ബിൻസി ഷൈത്യ ആൻഡ് നിവിനെ പറയുന്നു. ബിന്നി
ശൈത്യ ആൻഡ് മുൻഷി രഞ്ജിത്ത്. അഭി പറയുന്നത് രേണു ഒരു ഒറ്റപ്പെടൽ കാണിക്കുന്നു, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു. രേണുവിന് ആരോ പറഞ്ഞു കൊടുത്തതാണെന്ന് തോന്നുന്നു. എല്ലാവരിൽ നിന്നും മാറി മാറി ഒറ്റപ്പെട്ടുകൊണ്ട് നടന്നാൽ പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ ആ ഒരു സിമ്പതി കിട്ടും, അതിലൂടെ രേണുവിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം മാറുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു രേണു തലവേദനയായിട്ട് ഒറ്റപ്പെട്ടത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അഭി ചൂണ്ടിക്കാട്ടിയത്. അടുത്ത റെന ഫാത്തിമ നെവിനെയും ശൈത്യയും തന്നെ പറയുന്നത്. മുൻഷി രഞ്ജിത്ത് പറയുന്നത് ശൈത്യ ജിസേൽ. അടുത്തത് ജിസേൽ പറയുന്നത് രേണു സുധിയും ശാരികയും തന്നെയാണ്. ശാരിക പറയുന്നത് രേണു സുധി ആൻഡ് മുൻഷി. അടുത്തത് ഷാനവാസ് ജിസേലിനെയാണ് പറയുന്നത്. ഷാനവാസ് ജിസേലിനെയും അനീഷിനെയും പറയുന്നുണ്ട്. പിന്നെ ജിസേലിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ പറഞ്ഞത് പേഴ്സണലി എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇത്രത്തോളം ഇപ്പോൾ ഒനീൽ സാബു തന്നെ പറയുന്നുണ്ട് പ്രോഗ്രസീവ് തോട്ട്സിലോട്ട് അനീഷേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒനീൽ സാബു തന്നെ പറയുന്നുണ്ട് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനായ ബിഗ് ബോസിൽ വന്നുകൊണ്ട് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രത്തെക്കുറിച്ച് ആ ഒരു കേരള സംസ്കാരത്തിന് യോജിക്കുന്ന വസ്ത്രമല്ല ജിസേൽ ധരിക്കുന്നത്, അതുകൊണ്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ എനിക്ക് 1% പോലും അത് ഡൈജസ്റ്റ് ആവുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുകയില്ല. അതൊക്കെ ജിസേലിൻ്റെ ഇഷ്ടമാണ്. ജിസേലിന് ഏത് വസ്ത്രം ധരിക്കാനും എന്തും സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അതുമാത്രമല്ല ജിസേൽ ഒരു ഹിന്ദി ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആണ്. സോ നമ്മളുടെ ആ ഒരു കൾച്ചറും അവിടെയുള്ള കൾച്ചറും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ ഈ മലയാളം ബിഗ് ബോസിൽ പെർഫോം ചെയ്യുന്നു എന്ന് കരുതി ഒരാളുടെ വസ്ത്രത്തെ വെച്ചുകൊണ്ട് ഒരിക്കലും അവരെ അളക്കാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. നെക്സ്റ്റ് നെവിൻ പറയുന്നത് അനുമോളിനെയും രേണു സുധിയും തന്നെയാണ്. അടുത്തത് ആദിലെ നൂറയും ശൈത്യ ആര്യൻ. ശൈത്യം എന്ന് പറയുന്നത് ബിന്നി സെബാസ്റ്റിനെയും മുൻഷി രഞ്ജിത്തിനെയാണ്. രേണു സുധി അക്ബറിനെയും ശൈത്യയും തന്നെയാണ് പറയുന്നത്. ശരത്ത് പറയുന്നത് നെവിൻ ആൻഡ് ഷാനവാസും. അടുത്തത് നമ്മുടെ അനീഷ് എന്ന് പറയുന്നത് ശാരികയെയും അനുമോളിനെയും പറഞ്ഞത്. അപ്പോൾ 2 വോട്ടുകളായിട്ട് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ശാരിക, 2 വോട്ടുകളായിട്ട് അനുമോള്, 3 വോട്ടുകളുമായിട്ട് ആര്യൻ, 4 വോട്ടുകളായിട്ട് രേണുവും നെവിനും ജിസേലും. അടുത്തത് 5 വോട്ടുകളുമായിട്ട് മുൻഷി രഞ്ജിത്ത്, 8 വോട്ടുകൾ, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോട്ടുമായിട്ട് നമ്മുടെ ശൈത്യയാണ് വരുന്നത്. ഇനി ശൈത്യൻ്റെ വോട്ടിംഗ് അത്രയും നല്ല രീതിയിൽ കയറിയാൽ മാത്രമേ ശൈത്യയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ശൈത്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 8 പേരാണ് ശൈത്യയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ശൈത്യ അത്ര ആക്റ്റീവ് അല്ല എന്നുള്ളതും എനിക്ക് തോന്നി. കാരണം ശൈത്യയ്ക്ക് ടാസ്കിനോടായിക്കോട്ടെ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിനോടായിക്കോട്ടെ ഒരിക്കലും ആ ഒരു നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശൈത്യയാണോ ഈ ഒരു വീക്ക് പുറത്ത് പോകാൻ സാധ്യതയുള്ളത്? പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏറ്റവും അവസാനമാണ് ബിഗ് ബോസിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, നമ്മുടെ രേണുവിൻ്റെ തലവേദന നാടകം. ഈ ഒരു നോമിനേഷനും ക്യാപ്റ്റൻസിയും ബാൻഡ് പിടിച്ചു പറിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എല്ലാവരും കൂടി ഇന്ന് ചർച്ച ചെയ്യുകയാണ്. രേണുവിൻ്റെ തലവേദന ഒരു സ്ട്രാറ്റജി ആയിരുന്നു, നാടകമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം രേണുവിൻ്റെ തലവേദന ഫേക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി നടക്കുകയാണ്. അപ്പോൾ അഭി ആദ്യം തന്നെ ചെന്ന് ശൈത്യയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ രേണുവിൻ്റെ തലവേദന ഫേക്കാണ്, രേണുവിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഉറങ്ങാനായിട്ട് മനഃപൂർവ്വം രേണു കളിച്ച ഒരു ഡ്രാമയാണ്. അതിനുശേഷം പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്തിനോട്. അപ്പോൾ ശരത്ത് ഞാൻ ഇപ്പം തന്നെ പോയി വഴക്കുണ്ടാക്കട്ടെ എന്ന രീതിയിൽ അപ്പാനി ശരത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ രേണുവിനോട് കയർക്കാനായിട്ട് പോവുകയാണ് അപ്പാനി ശരത്തും അഭിയും. അപ്പോൾ അങ്ങനെ അവിടെ മുടിഞ്ഞ വഴക്ക് നടക്കുകയാണ്. ആദ്യം അഭിയും രേണുവും തമ്മിൽ നടക്കുന്നു, പിന്നെ ശരത്തും രേണുവും നടക്കുന്നു. ആ ഒരു നിങ്ങൾ ഉറങ്ങാനായിട്ട് കളിച്ച നിങ്ങളുടെ മനഃപൂർവ്വമുള്ളൊരു ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കുണ്ടാകുന്നു. അതിനുശേഷം രേണു തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് തലവേദനയായിരുന്നു എന്നുകൊണ്ട് അലമുറയിട്ട് പറയുന്നു. അപ്പോൾ അനുമോൾ അവിടെ അക്ബറും ഇതിൽ തന്നെ കൂടുന്നുണ്ട്. അപ്പോൾ അഭി നല്ല ഒച്ചത്തിൽ അങ്ങ് പറയുന്നുണ്ട്. അഭി നമുക്ക് എല്ലാ സീസണുകളിലും ഈ വല്ലാതെ വയലൻ്റ് ആവുന്ന അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങ് പൊട്ടിത്തെറിക്കുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന വയലൻസ് സ്വഭാവമുള്ള ഒരു കണ്ടസ്റ്റൻ്റെങ്കിലും ഉണ്ടാകുമല്ലേ, അതുപോലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അഭിയെ തോന്നിയത്. അഭി അങ്ങ് കയറി നിന്ന് വളരെയധികം ഒച്ചത്തിൽ രേണുവിനോട് നിങ്ങൾക്ക് തലവേദന ഇല്ല, മനഃപൂർവ്വമുള്ള നിങ്ങളുടെ ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വയലൻ്റാണ്.
തീർച്ചയായും ബിഗ് ബോസ് എന്നുള്ള ആ ഒരു വീട്ടിൽ സ്ക്രീൻ സ്പേസ് തന്നെയാണ് മുഖ്യം. അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസും ഓരോ സ്ട്രാറ്റജി എടുക്കും സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് ഒരുപാട് പ്രയത്നിക്കും. അപ്പോൾ എല്ലാവരും ഈ വയലൻ്റ് ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്മമരം കളിച്ച് അയ്യോ ഞങ്ങളൊന്നും വയലൻ്റ് ആവാനില്ലേ, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഈ ദേഷ്യപ്പെടാനില്ലേ, ഞങ്ങളൊന്നും വഴക്കുണ്ടാക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂലയ്ക്ക് മാറിപ്പോയിരിക്കുന്ന വാഴകളെ ബിഗ് ബോസ് തന്നെ പിടിച്ച് പുറത്താക്കും. അത് തീർച്ചയായും ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ അക്ബറും ഇതിൽ തന്നെ കൂടുന്നുണ്ട്. അങ്ങനെ അഭി ഒച്ചത്തിലങ്ങ് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ അനുമോള് വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ തലവേദനയുള്ള ഒരു വ്യക്തി ഇത്ര ഒച്ചത്തിൽ സംസാരിക്കുമോ, ഇത്ര ഒച്ചത്തിൽ നിലവിളിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അനുമോള് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ നമ്മുടെ ബിന്നി സെബാസ്റ്റ്യനും വന്ന് ചോദിക്കുന്നുണ്ട്, തലവേദനയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്ര ലൗഡ്ലി സംസാരിക്കാൻ സാധിക്കില്ല, കാമായി മാത്രം. അങ്ങനെ രേണുസുതി തന്നെ ബിഗ് ബോസിനോട് വന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തലവിടൊക്കെ വേദനയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പെയിൻ കില്ലർ വേണം ബിഗ് ബോസ്, എനിക്ക് അസഹനീയമായ തലവേദനയാണ്, എനിക്ക് പെയിൻ കില്ലർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് വന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് അതിനിടയ്ക്ക് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. അതായത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അനീഷിനോട് രേണുസുതി എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഷാനവാസും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാനവാസ് പറഞ്ഞത് അനീഷ് ഗൗനിച്ചില്ല. അപ്പോൾ രേണുസുതിക്ക് തലവേദനയാണ് എന്നുള്ളത് ബിഗ് ബോസിനോട്, ബിഗ് ബോസ് എനിക്ക് മെഡിക്കൽ എമർജൻസിയാണ്, രേണുസുതിക്ക് തലവേദനയാണ്, റെണുവിന് തലവേദനയാണ്, മെഡിക്കൽ എമർജൻസിയാണ് എന്ന്. മെഡിക്കൽ എമർജൻസി അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അനീഷിന് അറിയുമോ എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് തോന്നി. കാരണം ചെറിയൊരു തലവേദനയ്ക്ക് അല്ലെങ്കിൽ ഒരു മൈഗ്രെയിന് തന്നെ മെഡിക്കൽ എമർജൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ വരണം, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി എന്നൊക്കെ പറയുമ്പോൾ ഇനി വലിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അനീഷ് എന്ത് പദമാണ് ഉപയോഗിക്കാൻ പോവുക എന്നുള്ളതാണ് ഞാൻ അറിയാതെ ചിന്തിച്ചതും. എന്തായാലും ഇപ്പോൾ റെണുവിന് തലവേദനയാണ്, മെഡിക്കൽ എമർജൻസിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാനവാസിന് തലവേദനയാണ് എന്നുള്ളത് ബിഗ് ബോസിനോട് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് തലവേദനയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനീഷ് ഞാനത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷും ഷാനവാസും തമ്മിൽ ഇവിടെ ഒരു അടി നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ബിഗ് ബോസിലെ എപ്പിസോഡ്. ഇന്നലെ കഴിഞ്ഞ ഒരു ബിഗ് ബോസിൽ ഹൈലൈറ്റായി നിന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സുപ്രധാനമായ സംഭവങ്ങൾ. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അനീഷ് റെണുവിനെ പോയി, നമ്മുടെ രേണുസുതിയെ പോയി ചൊറിയുന്നുണ്ട്, ഷാനവാസിനെ ചൊറിയുന്നുണ്ട്, ഷാനവാസ് തിരിച്ച് ചൊറിയുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഓരോരുത്തരും സംസാരിച്ച്, അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ടാക്കാനാണെങ്കിലും കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട്. ഈ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ തീർച്ചയായും ബിഗ് ബോസ് എടുത്ത് പുറത്ത് കളയും. ഈ പറഞ്ഞ രേണുസുതി, അനീഷ് ഇവരെയൊന്നും ബിഗ് ബോസ് അടുത്തൊന്നും കളയില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അതിനാണ് ബിഗ് ബോസ് കളിച്ച ഏറ്റവും വലിയൊരു ബിഗ് ബോസിൻ്റെ കളിയാണ് നമ്മുടെ അനീഷിനെ എടുത്ത് ക്യാപ്റ്റൻ ആക്കാനുള്ള ഒരു തന്ത്രം. കാരണം രേണുസുതി എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു ആ ഒരു എൻട്രി സമയത്ത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ സെൻസേഷണൽ കണ്ടൻറ്റ് ആയ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെൻസേഷണൽ കണ്ടൻറ്റിനെ വെച്ചുകൊണ്ട് ബിഗ് ബോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുതലെടുപ്പ് നടത്തും. അപ്പോൾ ഈ അടുത്തൊന്നും രേണുസുതി പുറത്തിറങ്ങുകയുമില്ല, അത് ഉറപ്പാണ്.